ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ യോണും അവൻ്റെ ഫോളോവേഴ്സും ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയതാണ് നമ്മൾ കണ്ടത്. അറ്റ് എ ടൈം അവിടേക്ക് 4th എൽഡറും 3rd എൽഡറും മുഗിയോവും വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഇപ്പോൾ തന്നെ ചെയ്തോ. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. ഇനി നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യം മറക്കണ്ട. ചലഞ്ച് എന്തായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു തന്നെ എനിക്ക് മനസ്സിലായിക്കണോ. കാരണം ഇതുവരെയായിട്ടും ഞാൻ പറഞ്ഞ 2 ക്രൈറ്റീരിയ നടന്നിട്ടില്ല. ഒന്ന് പറഞ്ഞത് വ്യാഴാഴ്ച രാവിലെ ആകുമ്പോഴത്തേന് 2.5K സബ്ബാ, അതും ഇതുവരെയായിട്ടില്ല. പിന്നെ പറഞ്ഞത് ഇപ്പോൾ അന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഞായറാഴ്ച എങ്ങാണ്ടാണ് പറഞ്ഞത്, അന്ന് മുതലുള്ള വീഡിയോസിനൊക്കെ 4Kൻ്റെ മേലേക്ക് വ്യൂ വരണമെന്ന, അതും നടന്നിട്ടില്ല. എന്തായാലും നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് എൽഡർ മുൻ ഡെഫിനറ്റായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ റെസ്പോൺസ് ചെയ്തുകൊണ്ടാണ് യങ് ലോർഡ് മുഗിയം ചിയോൺ നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. ഓ നോ, ആ ഓഫർ എനിക്ക് എന്തായാലും റിജക്റ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവരാണെങ്കിൽ എൻ്റെ റെസ്പോൺസ് അങ്ങനെയാണോ ചിന്തിച്ചെടുത്ത്? എൽഡർ മുൻ, യെസ് മൈനർ പ്രീസ്റ്റ്. ഇപ്പോൾ മാരേജ് ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ നിൽക്കണമെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു മറുപടി പറയണ്ടേ ഇതിന്? ഓ, നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഞാൻ തീർച്ചയായിട്ടും അവളുടെ വിഷയം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ വിഷയം ഇവിടെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ പാട്രിയാർക്കിൻ്റെ മകൻ്റെ മാരേജിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ പാലിക്കുന്നില്ലേ? നോക്കുമ്പോൾ പെട്ടെന്ന് ഗ്യൂ മുന്നേക്ക് വന്നു. ഗ്യൂമുൻ, അവനെന്തിനാ ഇപ്പോൾ മുന്നോട്ട് വന്നത്? നോക്കുമ്പോൾ പെട്ടെന്ന് ഗ്യൂ അവളുടെ സ്കിൻ മാസ്ക് അഴിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ടാണെങ്കിൽ 3rd എൽഡറും 4th എൽഡറും മുഗിയവും എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവളുടെ ഒറിജിനൽ ഫേസ് എല്ലാവരും കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ടാണെങ്കിൽ യോണിൻ്റെ മറ്റ് ഫോളോവേഴ്സും ആകെ ഞെട്ടി നിൽക്കുക. അതൊരു സ്കിൻ മാസ്ക് ആയിരുന്നോ? ഗ്രീറ്റിംഗ്സ് എൽഡേഴ്സ്, യങ് ലോർഡ് ചിയോൺ. ഞാനാണ് എൽഡർ മുൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഗ്യൂമുൻ. ഹോൾഡ് ഓൺ, അപ്പോൾ ഗ്യൂ ഒരു ഗേളാണോ? അപ്പം തന്നെ ഇയോബോങ്ങിൻ്റെ കിളി ആകെ പോയിക്കണു. അവനാണെങ്കിൽ അപ്പോഴാണ് പണ്ട് ഡോർമെട്രിയിൽ വെച്ചിട്ട് അവനാണെങ്കിൽ ആകെ ഒന്നും ഇടാതെ യുവിൻ്റെ മുന്നിൽ കൂടെ പോയ കാര്യങ്ങളൊക്കെ ഓർക്കണത്. കോപ്പ് അക്കാഡമിയിൽ വെച്ചിട്ട് ഞാൻ അവളോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ ഇത്രയും കാലമായിട്ടും ഒരു സ്കിൻ മാസ്ക് വെച്ചിട്ടാണ് നടന്നതെന്ന്. അവൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. എനിക്കും ഇതുപോലൊരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അവളെ ഇങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ടാവുക. നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ് യങ് ലോർഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് വളരെ സുന്ദരിയാണ് അങ്കിൾ. കുറേ കാലത്തിന് ശേഷം യങ് ലോർഡിനെ കാണുമ്പോഴാണ് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അക്കാഡമിയിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ തന്നെ രണ്ടുപേരും നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടല്ലേ? വെയിറ്റ്, ഞാൻ യങ് ലോർഡിനെയും അദ്ദേഹത്തിൻ്റെ ഓഫറിനെയും റിജക്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരിക്കൽ മൈനർ പ്രീസ്റ്റ് ആവും, അതിനുശേഷം ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മൈനർ പ്രീസ്റ്റ് ആയില്ല. അത് കേട്ടപ്പോഴത്തേന് എൽഡേഴ്സൊക്കെ ആകെ ഞെട്ടി. മുഖിയാണെങ്കിൽ വേണ്ടിയിരുന്ന രീതിക്ക് മുഖത്ത് കയ്യും വെച്ച് നിൽക്കുക. അപ്പോഴത്തേനാണെങ്കിൽ ഇത് കേട്ടിട്ട് എൽഡർ മൂൺ ആകെ ദേഷ്യത്തിലുള്ളൊരു എനർജി ഇങ്ങനെ പുറത്തേക്ക് കാണിക്കാൻ തുടങ്ങി. ഓ, അപ്പോൾ നിനക്ക് ഞങ്ങളുടെ ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിനെ എലിമിനേറ്റ് ചെയ്യണമല്ലേ? എൽഡർ മൂൺ, ഞാൻ ഉറപ്പ് തരുന്നു, അത് യങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എന്തൊക്കെയോ ഫോളിഷായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയൊരു കാര്യമാണെന്ന്? എൽഡർ മുൻ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ശത്രുക്കളാക്കാൻ പോവുകയാണോ? ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ എനിക്കതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാനില്ല. പിന്നെ നോക്കുമ്പോൾ അവിടെ അവരുടെ 2 പേരുടെയും കൂടെ വീഷ്യസ് ആയിട്ടുള്ളൊരു എനർജി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. മതി, നിർത്ത്. 2 പേരും ഒന്ന് ശാന്തരാവ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലായി എൽഡർ മുൻ. പക്ഷേ ഞാൻ പറയുന്നത് യങ് ലോർഡ് ചിയോൺ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പ് തരുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾക്കൊന്നും ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല അദ്ദേഹം. അതുമാത്രമല്ല, ഈ ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിനെ നമ്മുടെ കൾട്ടിൽ വെച്ചിട്ട് തന്നെ നേരിടാൻ കഴിയുന്ന അത്രയും ആൾക്കാരൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? അത് കേട്ടപ്പോൾ
അയാൾക്കൊന്ന് അഭിമാനമായി. മറ്റേതിൽ പാപ്പമ എന്ന് പറയില്ലേ, ആ ഒരു ട്യൂണ്. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു സ്കിൽഡ് ഫിസിഷ്യനെ തേടി നടക്കുകയാണെന്ന്. ഞാൻ ഇത് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഇതൊരു നാൾ എന്തായാലും ആവശ്യം വരുമെന്ന്. നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറും യങ് ലോർഡ് മൊഗിയൻജിയോണും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതൊരു വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതാണ്. അത് ഡിവൈൻ ഫിസിഷ്യനെ കാണാൻ അലോ ചെയ്യണ ജെയ്ഡ് മെഡാലിയൺ അല്ലേ? വെയിറ്റ്, നിങ്ങളെന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ളൊരു സാധനം ഒരു വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരുന്നത്? ഞാനിത് മുമ്പ് മെൻഷൻ ചെയ്തില്ല, ബട്ട് ഞങ്ങൾ 4 സെക്റ്റുകാരും യങ് ലോർഡ് മൊഗിയൻജിയോണിനെ ഞങ്ങളുടെ മ്യൂച്വൽ സക്സസറായിട്ട് അഗ്രി ചെയ്ത് കഴിഞ്ഞു. എന്ത്? നിങ്ങളുടെ മ്യൂച്വൽ സക്സസറോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്ന ബാക്കിയുള്ള 4 സെക്റ്റുകാരും മൊഗിയൻജിയോണിനെ മൈനർ പ്രീസ്റ്റ്ഹുഡിൻ്റെ കാൻഡിഡേറ്റായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണോ? പക്ഷേ യു പറഞ്ഞത് അവൾ ഓൾറെഡി അവളുടെ ലോയാലിറ്റി കൊടുത്തു എന്നാണ്. പക്ഷേ ആ ജെയ്ഡ് മെഡാലിയൺ കൊണ്ട് എനിക്ക് യുവിൻ്റെ ആ ജനിച്ചപ്പോൾ തന്നെയുള്ള ഡിസബിലിറ്റി മാറ്റാൻ കഴിയും. യോൺ, എനിക്ക് ഉറപ്പാണ് നീ എൽഡർ മൊൻ്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് ലോയാലിറ്റി കിട്ടുമെന്ന് വിചാരിച്ചതല്ലേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ എൽഡർ മൊൺ, യങ് ലോർഡ് ചിയോണിനെ നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ കല്യാണം കഴിക്കണതിൽ ബ്ലെസ്സിങ് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അത് നോക്കുമ്പോൾ പെട്ടെന്ന് യോണിൻ്റെ കയ്യണ്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓൾറെഡി മൈനർ പ്രീസ്റ്റിൻ്റെ പെണ്ണാണ്. മറ്റേ തുറുപ്പ് ഗുലാനിലൊക്കെ അല്ലേ ഞാൻ ഗുലാൻ്റെ പെണ്ണാണ് അറിയില്ലേ, അതുപോലെ പാപ്പി അപ്പച്ചയിൽ ഞാൻ പാപ്പിയുടെ പെണ്ണാടാ അറിയില്ലേ, അതുപോലെയൊക്കെ. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഞെട്ടി. മൈ ലോർഡ്, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? ഇതൊക്കെ വളരെ പെട്ടെന്നാണല്ലോ. എന്നോട് ക്ഷമിക്കണം മൈ ലോർഡ്. ഞാനിപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്കിത് ചെയ്യാനാണ് തോന്നിയത്. ഓ, അപ്പോൾ അവളിത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോഴാണ് യോണ് ശ്രദ്ധിക്കണത്. നോക്കുമ്പോൾ അവിടുന്ന് മൊഹിയ ആകെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ യോൺ ഒന്നും നോക്കില്ല. അവൻ്റെ കൈയെടുത്തിട്ട് നേരെ ഗ്യൂവിൻ്റെ ഷോൾഡറിലാണ്ട് വെച്ചു. എന്നിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്തണ്ട് പിടിച്ചു. ഈ ബാസ്റ്റഡ് എനിക്ക് അവകാശപ്പെട്ട സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് വീണ്ടും തട്ടിയെടുക്കുകയാണ്. അവൻ്റെ ആ ദേഷ്യം കണ്ടിട്ട് യോണൊന്ന് ചിരിച്ചു. എന്ത്? അവനിപ്പോൾ എന്നെ നോക്കി ചിരിക്കല്ലേ ചെയ്തത്? നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എൽഡർ യോണ് നേരെ പോയി മൊഹിയത്തിൻ്റെ കഴുത്തിനായിട്ട് സോഡ് വെച്ചു. നീ വെറൊരു ഗാർഡാണ്. നീ ആരാണെന്ന് നീ വിചാരിച്ച്? നിനക്കറിയോ നീ ഇപ്പോൾ ആരുടെ നേരക്കാട് സോഡ് പിടിച്ച് നിൽക്കണമെന്ന്? ഇവനിപ്പോൾ ഒരു ഹോസ്റ്റൈൽ എനർജി മൈനർ പ്രീസ്റ്റിൻ്റെ നേരെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞതാ എങ്ങനെയൊന്നും ആക്ട് ചെയ്യല്ലേന്ന്. യങ് ലോർഡ്, മൊഗിയൻജിയോണ് മാത്രമാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു പിൻഗാമി. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എടി, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഗാർഡായിട്ടുള്ള നീ. അതും പറഞ്ഞ് മൊഗിയൻ നേരെ എൽഡർ യോണിൻ്റെ സ്വാഡിനായിട്ട് ഇടിച്ചു. എന്താ ഇവിടെ നടക്കണത്? അവൾ വെറും ഒരു ഗാർഡ് മാത്രമാണ്. എന്നിട്ടും അവളുടെ സോഡ് ജസ്റ്റ് ഒന്ന് ബഡ്ജ് ചെയ്യുക പോലും ചെയ്തില്ല. ശരിക്കും ഇവൾ ആരാ? യോണ് മൈനർ പ്രീസ്റ്റ്ഹുഡിലേക്ക് അസെൻഡ് ചെയ്തതിന് ശേഷം ജിൻവോൺമോനെയും 6 ബെർസെക് സേബർ വാരിയേഴ്സിൻ്റെ ഒരു മാസ്റ്റർ മാർഷൽ ആർട്ടിസ്റ്റിനെയും കൊന്നു. അപ്പോഴാണ് ബാക്കിയുള്ള 4 സെക്റ്റുകാരും അവർ റിയലൈസ് ചെയ്തത് യോണ് ശരിക്കും അവർക്കൊരു ഭീഷണിയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പാട്ടുകാർക്ക് അവർക്കൊരു ഹോപ്പ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള 4 സെക്റ്റുകാരും മൊഗിയൻജിയോണിനെ അവരുടെ മ്യൂച്വൽ സക്സസറായി തീരുമാനിക്കാൻ കാരണം അവൻ മാത്രമാണ് മൈനർ പ്രീസ്റ്റ്ഹുഡ് കാൻഡിഡേറ്റിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരാൾ. അപ്പോഴും നമ്മുടെ 10th എൽഡർ ആണെങ്കിൽ മൊഗിയൻ്റെ കഴുത്തിന് നേരെ തന്നെ സോഡ് പിടിച്ച് നിൽക്കുകയാണ്. എടി, നിനക്കറിയില്ല നീ ആരപ്പാണ് ഈ കളിച്ചുകൊണ്ട് നിൽക്കണതെന്ന്. ഞാൻ അവനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. ഗ്രാൻഡ് ഹാളിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതിനാണ് ജിൻവോൺമോനെ മൈനർ പ്രീസ്റ്റ് അന്ന് കൊന്നു കളഞ്ഞത്. ഇവിടെ ഒരു ഡൗട്ടും ഇല്ല, മൊഹിയത്തിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണമായിട്ട് തന്നെ അദ്ദേഹം ഇത് എടുക്കും. പെട്ടെന്ന് തന്നെ ആ 2 എൽഡേഴ്സും യോണിൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി നിന്നു. മൈനർ പ്രീസ്റ്റ്, യങ് ലോർഡ് ചിയോണിൻ്റെ ഈ ഫൂളിഷ്നെസ്സിന് നിങ്ങൾ ദയവ് ചെയ്ത് മാപ്പ് നൽകണം. ഇതൊന്നും മനസ്സിലാക്കാൻ മാത്രം അവനായിട്ടില്ല. മൈനർ പ്രീസ്റ്റ്, നിങ്ങൾ ദയവ് ചെയ്ത് അവൻ്റെ മേലിൽ ദയ കാണിക്കണം. ഞാൻ എന്തിനത് ചെയ്യണം? അവനെ കൊന്നേക്ക്. യോണ് ഓർഡർ ഇട്ടു. യെസ് മൈനർ പ്രീസ്റ്റ്.
അപ്പോഴത്തേന് തേർഡ് എൽഡർ ആണെങ്കിൽ നോ എന്നും പറഞ്ഞിട്ട് നേരെ അവരുടെ രണ്ടുപേരുടെയും ഇടയിലാണ്ട് പോയി നിന്നു. മതി, നിർത്ത്. പക്ഷേ 10th എൽഡർ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കില്ല. അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് പിന്നെയും നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തേർഡ് എൽഡറിൻ്റെ അടുത്ത് കണ്ട് പോയി. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അവർ രണ്ടുപേരുടെയും ഭയങ്കര പൊരിഞ്ഞൊരു ഫൈറ്റാണ്. വെറും ഒരു ബോഡി ഗാർഡായിട്ടുള്ള അവൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം പവർ കിട്ടണത്? ശരിക്കും അവൾ ആരാ? അപ്പോഴത്തെ നോക്കുമ്പോൾ ബേക്കിൽ നിന്ന് യോണ വിളിച്ചു, എൽഡർ ബൂ. മതി, നിർത്ത്. നോക്കുമ്പോൾ യോണാണെങ്കിൽ മുഖിയത്തിന് നേരെ അവൻ്റെ സേബറും പിടിച്ച് നിൽക്കുക. നീ എൻ്റെ ഓർഡറൊന്നും സീരിയസ് ആയിട്ടല്ലേ എടുക്കുന്നതെന്നാണ് തോന്നുന്നു. അതും പറഞ്ഞ് നേരെ മുഖിയത്തിൻ്റെ കഴുത്തിന് തന്നെയാണ് അവൻ്റെ സേബർ ഓങ്ങി. മൈനർ പ്രീസ്റ്റ്, പ്ലീസ്, ഈ മാരേജിനെ കുറിച്ചുള്ള എല്ലാം ഞങ്ങൾ മറക്കാം. പ്ലീസ്, ദയവ് ഇതൊന്ന് നിർത്തൂ. നോക്കുമ്പോൾ മുഖിയത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി. മുഖിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നിങ്ങൾ പറയണത് പോലെ ഞങ്ങൾ ചെയ്യാം മൈനർ പ്രീസ്റ്റ്. പ്ലീസ്, ആ സേബർ ഒന്ന് താഴെ ഇറക്കൂ. അങ്ങനെയാണെങ്കിൽ ഡിവൈൻ ഫിസിയനെ കാണാനുള്ള ആ ജെയ്ഡ് മെഡാലിയൻ എനിക്ക് താ. എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്കിവിടെ വേറെ ചോയ്സ് ഇല്ല. മൊഗിയത്തിനെ ജീവനോടെ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇതാ, നിങ്ങൾ പിടിച്ചോ. നിങ്ങൾ മെഴ്സി കാണിച്ചതിന് വളരെ നന്ദി. പൊളിറ്റിക്കലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അവരുടെ ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇത് കേട്ടപ്പോൾ എൽഡർ ബൂ ഒന്ന് ഞെട്ടി. നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എൽഡർ മുന്നേ ഇത് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ തേർഡ് എൽഡറും ഫോർത്ത് എൽഡറും ഡിസ്റ്റൻറ്റ് വിസ്പറിങ് നടത്തിയിരുന്നു. ജീനിയസ് എൽഡർ ബൂ, ഞാൻ പോലും വിചാരിച്ചില്ല നിങ്ങളതിവിടെ യൂസ് ചെയ്യുമെന്ന്. അപ്പോൾ എൽഡർ ബൂ പറഞ്ഞ ഡയലോഗാണ് നേരത്തെ ഇപ്പോൾ യോണ് പറഞ്ഞു കൊടുത്തത്. ഈ ജെയ്ഡ് മെഡാലിയൻ മാത്രം എടുക്കുന്നത് എനിക്കൊരു ലോസിങ് ഡീലാണ്. അത് കേട്ടപ്പോഴത്തേന് എൽഡർ ബൂ ഒന്ന് പേടിച്ചു. എന്ത്? പിന്നെ ഒന്നും നോക്കില്ല, യോണ് നേരെ മുഖിയത്തിൻ്റെ കൈയാണ്ട് വെട്ടി. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ യോണ് അവൻ്റെ പേരിനോടൊരു നീതി കാണിക്കണല്ലോ. അവൻ്റെ നിക് നെയിം എന്നെ ആം സെവറിങ് ഡീമൺ ലോഡ് എന്നാണ്. അത് കണ്ടപ്പോഴത്തേനാണെങ്കിൽ എൽഡർ മുൻ പിന്നെ യോണിൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സും എല്ലാവരും ഞെട്ടി. മുഖിയാണെങ്കിൽ വേദന കൊണ്ട് ആകെ അലറാൻ തുടങ്ങി. അപ്പോഴത്തേന് ഫോർത്ത് എൽഡർ മുഖിയത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ ബാസ്റ്റഡ്, അവൻ ആദ്യം മുതലേ അറിയായിരുന്നു മുഖിയാണ് ഞങ്ങളുടെ മ്യൂച്വൽ സക്സസറെന്ന്. അതുകൊണ്ട് തന്നെ അവനിത് വേണമെന്ന് വെച്ച് ചെയ്തതാണ്. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നുമില്ല മൈനർ പ്രീസ്റ്റ്. നിങ്ങൾ ഈ ദയ കാണിച്ചതിന് വളരെ നന്ദി. ഇവിടെ ശരിക്കും ഞങ്ങൾ പേഷ്യൻ്റായിട്ട് തന്നെ ഇരിക്കണം. മുഖിയം മൈനർ പ്രീസ്റ്റുമായിട്ട് ഹോസ്റ്റൈലായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷെ താങ്ക്ഫുള്ളി ഇവൻ മരിച്ചില്ല. അവനെ കൂടുതലായിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവനും കൂടി നഷ്ടപ്പെടുന്നതിന് കാരണമാവും. യങ് ലോർഡ് ചിയോണിനിപ്പോൾ വയ്യാതിരിക്കണോണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല മൈനർ പ്രീസ്റ്റ്. നിങ്ങളുടെ ഈ ഗാർഡനിൽ ബ്ലഡ് ആക്കിന് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇതെന്തായാലും നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാവുമെന്നാണ് ഞാൻ വിശ്വസിക്കണം എൽഡർ മുൻ. താങ്ക് യു മൈനർ പ്രീസ്റ്റ്. നിങ്ങളുടെ ഗ്രേസ് റിവറും സീയും പോലെ ഭയങ്കര വലുതാണ്. പ്ലീസ്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോഴും ഡിവൈൻ ഫിസിയനെ മീറ്റ് ചെയ്തിട്ട് പോലുമില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ സെക്റ്റിനെയാണ് സേവ് ചെയ്തത്. എന്നിട്ടും ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയാതിരിക്കും? അത് കുഴപ്പമില്ല എൽഡർ മുൻ. പ്ലീസ്, നിങ്ങളൊന്ന് എഴുന്നേൽക്ക്. ഓ, മൈനർ പ്രീസ്റ്റ് എത്ര ജെന്യുവനായിട്ടുള്ളൊരു യങ് മാനാണ്. അദ്ദേഹം ഭയങ്കര ജെൻറ്റിലും ഗ്രേഷ്യസുമാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ഒരു മിനിറ്റ് മുമ്പ് യങ് ലോർഡ് ചിയോൻ്റെ കൈ മുറിച്ച് മാറ്റിയത് ഇദ്ദേഹമാണെന്ന്. ഗ്യൂ, ഇത് കാണുമ്പോൾ എന്നെക്കാട്ടിലും നിനക്കാണ് ഒരാളുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. നീ എന്തായാലും നല്ലൊരാളെ തന്നെയാണ് ഫ്യൂച്ചർ ഹസ്ബൻഡായിട്ട് കണ്ടെത്തിയത്. ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിൻ്റെ ചീഫും 8th എൽഡറുമായ യോൺമുൻ എന്ന ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ ഈ ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പ്ലീസ്, എൻ്റെ ഈ ലോയാലിറ്റി നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചതും ഇത് തന്നെ ആയിരുന്നു. അപ്പോൾ മൈനർ പ്രീസ്റ്റ്, എപ്പോഴാണ് നിങ്ങളും എൻ്റെ ഗ്രാൻഡ് ഡോട്ടറും തമ്മിൽ കല്യാണം കഴിക്കാൻ പോണത്? അത് കേട്ടപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന യോണ് പെട്ടെന്ന് തന്നെ അത് ഹിയോബോങ്ങിൻ്റെ മുഖത്തേക്കാണ് തുപ്പിയത്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ മൈലോഡ്?
കൺഗ്രാജുലേഷൻസ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? യോണിനും ഗ്യൂക്കും കുറച്ച് ടൈം എടുത്തു ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. സത്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം എൽഡർ മുൻ ഇതൊക്കെ ഒരു നുണയാണെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ കാര്യം അദ്ദേഹം മറച്ചു വെക്കുകയും ചെയ്തില്ല. പക്ഷേ എന്തൊക്കെയായാലും അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നില്ല. മൈനർ പ്രീസ്റ്റിൻ്റെയും ഗ്യൂവിൻ്റെയും റിയാക്ഷൻ നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കയ്യും കെട്ടിയൊന്ന് നോക്കി നിൽക്കാം. ആരാ ഇവിടെ ഉള്ളത്? യെസ് സാർ. പോയി യുവനെ കൂട്ടിക്കൊണ്ട് വരൂ. അത് നിങ്ങളുടെ ഗ്രാൻഡ് സൺ അല്ലേ? നിങ്ങളുടെ അടുത്തുനിന്ന് വലിയൊരു ഹെൽപ്പാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് മൈനർ പ്രീസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സീക്രറ്റും നിങ്ങൾക്കിടയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് സ്യോങ് മുൻ ആയിരുന്നു. ഒരു യാത്രക്കിടയിൽ ഈവിൽ ഫാക്ഷനത്തെ ആൾക്കാർ വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞു. പക്ഷേ ഈ അൺഫോർച്ചുനേറ്റ് ന്യൂസ് വന്നത് ഒരു മോശം സമയത്തായിരുന്നു. എൻ്റെ ഡോട്ടർ ഇൻ ലോ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ന്യൂസ് കേട്ടതുകൊണ്ട് തന്നെ അവളുടെ പ്രഗ്നൻസി സ്മൂത്ത് ആയിരുന്നില്ല. താങ്ക്ഫുള്ളി ഗ്യൂ ഒരു കുഴപ്പമില്ലാതെ ജനിച്ചു. പക്ഷേ അവളുടെ ട്വിൻ യങ്ങർ ബ്രദർ യു കുറച്ച് ടൈം എടുത്തിട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഡോട്ടർ ഇൻ ലോയും മരിച്ചുപോയി. എൻ്റെ ഈ പാവ ഗ്രാൻഡ് സണ്ണിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡി ആയിരുന്നു. പക്ഷേ ആരും എന്നെ സഹായിച്ചില്ല. പക്ഷേ ഇന്ന് നിങ്ങളെനിക്ക് ശരിക്കൊരു ഹോപ്പ് തന്നു മൈനർ പ്രീസ്റ്റ്. താങ്ക് യു സോ മച്ച്. നോക്കുമ്പോൾ അവിടേക്ക് യു വന്നു. ഗ്രാൻഡ് ഫാദർ ഹലോ. അവൻ്റെ സംസാരമാണെങ്കിൽ വേറൊരു ടൈപ്പ് സംസാരമായിരുന്നു. ഓ, അപ്പോൾ ഗ്യോ വിയർ ചെയ്തുകൊണ്ടിരുന്ന സ്കിൻ മാസ്ക് അവളുടെ ബ്രദറിൻ്റെ ഇമേജ് ഉള്ളതായിരുന്നു അല്ലേ? യു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ യു, ഹഗ് ചെയ്തത് മതി. നീ ഇപ്പോൾ മൈനർ പ്രീസ്റ്റിനൊന്ന് ഹലോ പറഞ്ഞേ. അദ്ദേഹമാണ് നിന്നെ ശരിക്കും ഇവിടെ ഹെൽപ്പ് ചെയ്തത്. ഹലോ, നൈസ് ടു മീറ്റ് യു. അത് കേട്ടപ്പോൾ യോൺ എന്തോ ഒന്ന് സ്ട്രൈക്കായി. എൽഡർ മുൻ, ഞാൻ നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ ഒന്ന് നോക്കിക്കോട്ടെ? ഓ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നിനക്ക് കുറച്ചൊന്ന് വേദനിക്കും. പിന്നെ നോക്കുമ്പോൾ യുവൻ്റെ തലയിൽ കൈവച്ച യോണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഷോക്ക് കണ്ടു കൊടുത്തു. അവനാണെങ്കിൽ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. മൈനർ പ്രീസ്, എൻ്റെ ഗ്രാൻഡ് സണ്ണിനോട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ യോൺ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അതുപോലെ ഇനി എൽഡർ മുൻ യോണിന് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.